മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. തലശ്ശേരിയിൽ കോടിയേരി കല്ലിൽ താഴെയുള്ള പാറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. തലശ്ശേരി കൊളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. വീണ ജോർജിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചു നടത്തിയ പ്രകടനത്തിൽ അധിക്ഷേപ മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ. ചിന്താ ജെറോം നയിച്ച ജാഥയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയത്. കട്ട് ചെയ്തെടുക്കുന്ന വിഷ്വൽ മാത്രമാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മുഴുവനായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് മറ്റ് ലഭ്യമാകുന്നതാണല്ലോ. അപ്പൊ അതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് വേണം ഇത്തരം പ്രചരണങ്ങളൊക്കെ ഇടാൻ. ഞാനൊരു സ്ക്രോള് കണ്ടത് അസഭ്യം പറഞ്ഞു ചിന്താ ജെറോം, അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ചിന്താ ജെറോം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുമല്ല. ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നവരല്ല. ഞങ്ങളെല്ലാവരും സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്നവരാണ് ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ളത്. മാസായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമല്ലേ, അപ്പൊ അതില് വൈകാരികമായി സഖാക്കൾ, ആ സമയത്ത് വൈകാരികമായി പങ്കെടുക്കുന്ന പ്രവർത്തകർ, അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമല്ലോ. എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ പ്രതിഷേധം ഇരമ്പി കത്തുന്ന ഒരു സമയമല്ലേ. ഈ സാധനം കൂട്ടിക്കെട്ടിട്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ദളിതുകൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നതും അരികുവൽക്കരിക്കുന്ന മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും സാധാരണക്കാർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്നവർ മുഴുവൻ വിഷ്വൽ കാണണം, അത് തിരുത്താനും അതോടൊപ്പം തന്നെ അത് ഏറ്റുവിളിക്കാതെ തുടർന്ന് പോകാനും. നീ ഒന്നും പണയണ്ട. ഞാൻ എവിടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ് ഒരു വിശദീകരണം പറഞ്ഞല്ലേ. ഇതൊന്നും വിശദീകരണം പോലെ ആവശ്യമുള്ള കാര്യമല്ല.